ഗുഡ് ഈവനിങ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ കാസ്കേഡ് ഓഫ് മാത്സ്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഷോർട്ട് ഹാൻഡ് മാത്തിൻ്റെ ലാസ്റ്റ് പാർട്ടാണ്, പാർട്ട് 5. ആൻഡ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് അഡിഷൻ ആൻഡ് സബ്ട്രാക്ഷൻ ആൻഡ് ദെൻ മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുന്ന ടോപ്പിക്കാണ്. ഇതിനും ഓക്കെ ആണല്ലോ. അപ്പോൾ ഇതിന് മുന്നേ 4 പാർട്ടാണ് ചെയ്തിട്ടുള്ളത്, അതെല്ലാം നിങ്ങൾ കണ്ടു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. സോ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ക്ലാസ്സിലേക്ക് കിടക്കാം. അഡിഷൻ ആൻഡ് സബ്ട്രാക്ഷൻ ആൻഡ് ദെൻ മൾട്ടിപ്ലിക്കേഷൻ എന്ന ടോപ്പിക്കാണ് ഇന്നത്തെ ടോപ്പിക്ക്. ഈ ഹെഡിങ്ങിൽ നിന്ന് തന്നെ മനസ്സിലാവും, ആദ്യം ആഡ് ചെയ്യും, പിന്നെ ആഡ് ചെയ്യും, സബ്ട്രാക്ട് ചെയ്യും. ഇതിൻ്റെ കൂടെ എന്ത് ചെയ്യും, മൾട്ടിപ്ലൈ. ഒന്നെങ്കിൽ ആഡ് ചെയ്തിട്ട് മൾട്ടിപ്ലൈ ചെയ്യും, അല്ലെങ്കിൽ സബ്ട്രാക്ട് ചെയ്തിട്ട് മൾട്ടിപ്ലൈ ചെയ്യും. ഇതാണ് നമ്മൾ ഈ കൺസെപ്റ്റിൽ പഠിക്കാൻ പോകുന്നത്. നമുക്ക് എന്ത് ചെയ്യാം, ആദ്യം തന്നെ ഒരു ചോദ്യം നോക്കാം. ഹൗ ഡു വി കാൽക്കുലേറ്റ് 15 into 8? എന്താണ് 15 into 8 അല്ലേ? നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ 15 into 8 ചെയ്യാൻ പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, സാധാരണ എഴുതി മൾട്ടിപ്ലൈ ചെയ്യും പോലെ ചെയ്യും, താഴെയായിട്ട് എഴുതിയല്ലേ. ഇതിനെ വേറൊരു രീതിയിലും നമുക്ക് ചെയ്യാം. ഇത് കുറച്ചുകൂടെ സിമ്പിൾ മെത്തേഡായിരിക്കും, നമുക്ക് ഒത്തിരി കാൽക്കുലേഷൻ വരത്തില്ല. എന്തെന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ 15നെ സ്പ്ലിറ്റ് ചെയ്യുക. 15നെ നമ്മൾ പൊതുവേ സ്പ്ലിറ്റ് ചെയ്യുന്നത് 10ഉം 5ഉമായിട്ടല്ലേ. 15നെ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ 10 + 5 എന്ന് വെക്കുക. എന്ത് ചെയ്യുക, 10 + 5 എന്ന് എടുക്കുക. ഇനി ഇൻറ്റു 8 ഇങ്ങനെ നമുക്ക് എഴുതാമല്ലോ. ഇതിനർത്ഥം എന്താണ്, ഈ 8നെ 10ൻ്റെ കൂടെയും മൾട്ടിപ്ലൈ ചെയ്യണം, 8നെ 5ൻ്റെ കൂടെയും മൾട്ടിപ്ലൈ ചെയ്യണം. ഇതാണ് ഇവർ ഉദ്ദേശിക്കുന്നത്, ആണല്ലോ. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, 10 × 8 + 5 × 8 എന്ന് കിട്ടും. ഓക്കെ അല്ലേ? ഇനി 10 × 8 നമുക്കറിയാം എന്താണ്, 80 + 5 × 8 40 എന്നും കിട്ടും. മറ്റേത് ചെയ്യുന്നേക്കാളും സിമ്പിളായിട്ട് നമുക്ക് കിട്ടിയില്ലേ. ഇനി 80 40 കൂട്ടി എത്രയാണ്, 120 എന്ന് കിട്ടും. എത്രയെന്ന് കിട്ടും, 120. നമ്മൾ ഈ ചെയ്തിരിക്കുന്ന മെത്തേഡിനെ എന്ത് ചെയ്ത് നമ്മൾ സ്പ്ലിറ്റ് ചെയ്താണല്ലോ ചെയ്യുന്നത്. ഇതിലത് ശ്രദ്ധിച്ചോ, അഡിഷൻ ചെയ്തിട്ട് മൾട്ടിപ്ലൈ, അഡിഷനും മൾട്ടിപ്ലിക്കേഷനും ഒരുമിച്ച് വരുന്നതാണ്. ഇത് ഈ എഴുതിയിരിക്കുന്ന സ്റ്റെപ്പുകളെ സ്റ്റേറ്റ്മെൻറ്റ് രൂപത്തിൽ നമ്മുടെ ടെക്സ്റ്റിൽ തന്നിട്ടുണ്ട്. നമുക്ക് അതൊന്ന് നോക്കാം. ഓക്കെ, സ്റ്റേറ്റ്മെൻറ്റ് നോക്കും മുമ്പ് നമുക്ക് ഈ ഒരു ചോദ്യവും കൂടെ നോക്കാം. ചോദ്യം നോക്കി, ഹൗ ഡു വി കാൽക്കുലേറ്റ് 3 and 1/2 into 4 എന്നാണ്. എങ്ങനെ 3 and 1/2 into 4? നമ്മൾ ആദ്യത്തെ ചോദ്യം 15 × 8, രണ്ടും ഹോൾ നമ്പേഴ്സ് ആണല്ലേ. ഇവിടെ നോക്കിക്കേ, 3.5 × 4, 3.5 എന്ന് പറയുന്നത് ഒരു ഫ്രാക്ഷൻ ഫോം ആണ്. അപ്പം നമുക്കിത് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. നമ്മൾ ഈ 3.5 × 4 അല്ലേ എഴുതുവാണേ. 3.5 × 4, ഇതിലാരെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും, 3.5നെ സ്പ്ലിറ്റ് ചെയ്യാം അല്ലേ. 3 + 1/2 എന്നെടുക്കാം. 3 + 1/2 × 4. ഓക്കെ അല്ലേ? പറഞ്ഞു എന്താണ്, ഈ 4നെ 3 കൊണ്ടും മൾട്ടിപ്ലൈ ചെയ്യണം, 4നെ 1/2 കൊണ്ടും മൾട്ടിപ്ലൈ ചെയ്യണം എന്ന് പറഞ്ഞു. 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 3 × 4 + 1/2 × 4 എന്നാകും അല്ലേ. ഈ 2 കൊണ്ട് നമ്മൾ ക്യാൻസൽ ചെയ്താൽ 2 വരും. അപ്പം 3 × 4 12 + 2 14 എന്ന് ഉത്തരം വരും. ഓക്കെ അല്ലേ? ഈ ചെയ്ത രീതികൾ, നമ്മളിപ്പോൾ ചെയ്ത ഈ സ്റ്റെപ്പിനെ നിങ്ങൾക്ക് നോക്കിക്കേ, ടെക്സ്റ്റ് ബുക്കിൽ ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻ്റ് ആയിട്ടാണ് തന്നിരിക്കുന്നത്. സ്റ്റേറ്റ്മെൻറ്റ് നിങ്ങൾ വായിച്ചേ. മൾട്ടിപ്ലൈയിങ് എ സം ബൈ എ നമ്പർ. എന്താണ്, ഒരു സമ്മിനെ ഒരു നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു എന്ന് വെച്ചോ. ഇപ്പോൾ സപ്പോസ് നിങ്ങൾ തിങ്ക് ചെയ്യുക, ലെറ്റ് സം ബി x + y. സമ്മിനെ x + y എന്നെടുത്തു. ഇതാണ് സമ്മ്. ഇസഡ് എന്ന് പറയുന്നത് നമ്മുടെ നമ്പറാണ്. ഇസഡ് എന്ന് പറയുന്ന നമ്പറാണ്. ഇനിട്ട് പറഞ്ഞിരിക്കുന്ന എന്താണ്, മൾട്ടിപ്ലൈയിങ് എ സം ബൈ നമ്പർ എന്ന് പറഞ്ഞാൽ x + yനെ എന്ത് ചെയ്തു, നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു എന്നാണ് പറയുന്നത്, ആണല്ലോ. ഇതാണ് ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റിൽ ഇവർ തന്നിരിക്കുന്നത്. ഇനി നോക്കിക്കേ, അടുത്ത പാർട്ട് നോക്കിക്കേ. ഓർ മൾട്ടിപ്ലൈയിങ് ഈച്ച് നമ്പർ ഇൻ ദ സം സെപ്പറേറ്റ്ലി ആൻഡ് ആഡിങ്. എന്താണ്, ഈ സമ്മിലുള്ള ഓരോ
എന്താണ് സമ്മിൽ വരുന്ന ഓരോ നമ്പറിനെയും നമ്മുടെ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ സമ്മിൽ വരുന്ന നമ്പേഴ്സ് ആരൊക്കെയാണ്? എക്സും വൈയും. എന്ത് ചെയ്യും? ഈ എക്സിനെയും ഇസഡ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം, വൈനെയും ഇസഡ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം, എന്നിട്ട് ആഡ് ചെയ്യണം ആണല്ലോ. അതാണ് ഇവർ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നോക്കിക്കേ, എക്സ് ഇൻറ്റു ഇസഡ് പ്ലസ് വൈ ഇൻറ്റു ഇസഡ് സമ്മിലുള്ള രണ്ട് സംഖ്യ നമ്പേഴ്സ് എക്സും വൈയും അവരെ നമ്പറായ ഇസഡ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, എന്നിട്ട് ആഡ് ചെയ്തു. ഓക്കെ ആണല്ലോ. ഇതാണ് രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് പാർട്ടിൽ പറഞ്ഞിരിക്കുന്നത്. ബാക്കി നോക്കി, ആൻഡ് ആഡിങ് എയ്തർ വേ ഗിവ്സ് ദി സെയിം റിസൾട്ട്. എന്താണ് സമ്മിനെ ഒരു നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നതും ആ സമ്മിലെ നമ്പേഴ്സിനെ ആ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ആഡ് ചെയ്യുന്നതും തുല്യമാണ് എന്നാണ് പറയുന്നത് ആണല്ലോ. എന്ന് വെച്ചാൽ എക്സ് പ്ലസ് വൈ ഇൻറ്റു ഇസഡ് എന്ന് പറയുന്നത് എക്സ് ഇൻറ്റു ഇസഡ് പ്ലസ് വൈ ഇൻറ്റു ഇസഡ് എന്നാണ് സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത്. ഓക്കെ അല്ലേ? ഇനി നിങ്ങൾ നോക്കിക്കേ, നമ്മൾ അൾജിബ്ര ഫോമിൽ ഇങ്ങനെ പ്രസൻറ്റ് ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും ഇൻറ്റു എന്നുള്ള സിമ്പൽ ഉപയോഗിക്കത്തില്ല. അതിനെ ഒരുമിച്ച് ചേർത്തങ്ങ് എഴുതും. എങ്ങനെയെന്ന് വെച്ചാൽ നോക്കിക്കോണേ, എക്സ് പ്ലസ് വൈ ഇൻറ്റു ഇസഡിനെ നമ്മൾ ഒരു സിമ്പൽ ഇടാതെ കൂട്ടത്തിൽ ഇസഡ് എന്നിടും. അതിനർത്ഥം ഇൻറ്റു മൾട്ടിപ്ലിക്കേഷൻ എന്നാണ്. ഈസ് ഈക്വൽ ടു എക്സ് ഇൻറ്റു ഇസഡിനെ എക്സ് ഇസഡ് പ്ലസ് വൈ ഇൻറ്റു ഇസഡിനെ വൈ ഇസഡ് എന്നും എഴുതാം. അപ്പോൾ നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞത് ഈ കാര്യമാണ്, നമ്മളിവിടെ പ്രൂവ് ചെയ്തു. ഓക്കെ അല്ലേ? എന്താണ് സ്റ്റേറ്റ്മെൻറ്റ്? ഒന്നുകൂടെ വായിച്ചേ. മൾട്ടിപ്ലൈയിങ് എ സം ബൈ എ നമ്പർ, ഒരു സമ്മിനെ മറ്റൊരു നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നതും, ഓർ മൾട്ടിപ്ലൈയിങ് ഈച്ച് നമ്പർ ഇൻ ദ സം സെപ്പറേറ്റ്ലി, അല്ലെങ്കിൽ ആ സമ്മിനകത്ത് നമ്പേഴ്സിനെ സെപ്പറേറ്റായി എടുത്ത് മറ്റൊരു നമ്പർ സെയിം നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നതും, ആൻഡ് ആഡിങ് ദം ടുഗെദർ എന്നിട്ട് അവരെ ആഡ് ചെയ്യുന്നതും എന്താണ്? രണ്ടും തുല്യമാണ് എന്നാണ് ഇവർ പറയുന്നത്. നമ്മളത് ഇവിടെ അൽജിബ്ര വെച്ച് പ്രൂവും ചെയ്തു, എക്സാമ്പിളും ചെയ്തു. ഓക്കെ അല്ലേ? നമുക്കിത് അടുത്തൊരു പാർട്ടിലേക്ക് പോവാം. ഇപ്പോൾ കണ്ടത് നമ്മൾ അഡിഷൻ ആണല്ലോ. ഇനി നമുക്കൊരു സബ്ട്രാക്ഷൻ നോക്കാം. നിങ്ങൾ നോക്കിക്കേ, മൾട്ടിപ്ലൈ 19 ഇൻറ്റു 25. എങ്ങനെയാണ്? 19 ഇൻറ്റു 25 ആണെന്ന് നമ്മൾ എഴുതി. ആദ്യം എന്താണ്? 15 ഇൻറ്റു 8 എഴുതിയപ്പോൾ 15നെ 10 പ്ലസ് 5 എന്ന് സ്പ്ലിറ്റ് ചെയ്തു. ഇനി നോക്കിക്കേ, 19 ഇൻറ്റു 8 ആണ്, 19 ഇൻറ്റു 25 ആണ്. ഇതിനെ നമുക്ക് എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാം? ആരെ സ്പ്ലിറ്റ് ചെയ്യാം? നമുക്ക് 19നെ സ്പ്ലിറ്റ് ചെയ്തിട്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ പെട്ടെന്ന് ഈസി ആയിട്ടുള്ള നമ്പറിലോട്ട് മാറ്റാം. നമുക്കറിയാം 19 ഏറ്റവും അടുത്ത് വരുന്ന 20. അപ്പോൾ 20 - 1 നമുക്ക് 19ന് എഴുതിക്കൂടെ? എങ്ങനെ എഴുതാം? 20 - 1. എങ്കിൽ ഇത് എങ്ങനെ എഴുതാം? 20 - 1 ഇൻറ്റു 25 എന്ന് എഴുതിക്കൂടെ? ഞാൻ പറഞ്ഞ പോലെ എന്താണ്? 20നെ 25 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം, 1നെ 25 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം ആണല്ലോ. ചെയ്തേ. 20 ഇൻറ്റു 25 മൈനസ് എന്താണ്? 1 ഇൻറ്റു 25. ഓക്കെ അല്ലേ? 25 ഇൻറ്റു 20. നിങ്ങൾ ആ 0 മാറ്റിയിട്ട് 25 ഇൻറ്റു 2 എടുത്ത്. 25 ഇൻറ്റു 2 50. ഇനി അതിൽ കൂടെ ഒരു 0 കൂടെ ആഡ് ചെയ്താൽ 500. അപ്പോൾ 20 ഇൻറ്റു 25 എന്ന് പറയുന്നത് 500 മൈനസ് 1 ഇൻറ്റു 25 25. 500-ൽ നിന്ന് 225 പോയാൽ എത്രയാണ്? 475. ഓക്കെ അല്ലേ? നമ്മൾ അഡിഷനിൽ ചെയ്ത സെയിം സ്റ്റെപ്പ്, ആകെ വ്യത്യാസം അഡിഷന് പകരം സബ്ട്രാക്ഷൻ യൂസ് ചെയ്തു. ഓക്കെ അല്ലേ? ഇനി ടെക്സ്റ്റ് ബുക്കിലെ സ്റ്റേറ്റ്മെൻറ്റ് നോക്കിക്കേ. സെയിം സ്റ്റേറ്റ്മെൻറ്റ്, വ്യത്യാസം വരുന്നത് അഡിഷന് പകരം എന്താണ്? സബ്ട്രാക്ഷൻ എടുക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. നോക്കിക്കേ, മൾട്ടിപ്ലൈയിങ് എ ഡിഫറൻസ് ബൈ എ നമ്പർ. ഇപ്പം എന്താണ്? ഒരു ഡിഫറൻസ്, രണ്ട് സംഖ്യകളുടെ ഡിഫറൻസിനെ ഒരു നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നത് നമുക്കെടുക്കാം. ലെറ്റ് ദ ഡിഫറൻസ് ബി എക്സ് മൈനസ് വൈ. ഓക്കെ ആണല്ലോ. അപ്പോൾ നമ്മുടെ ഡിഫറൻസ് എന്ന് പറയുന്നത് എക്സ് മൈനസ് വൈ ആണ്. ആര്? ഡിഫറൻസ് എക്സ് മൈനസ് വൈ. ആ നമ്പർ ഇസഡും ആണ്. നമ്പർ ആരാണ്? ഇസഡ് ആണ്. എങ്കിൽ സ്റ്റേറ്റ്മെൻറ്റിലെ ഫസ്റ്റ് പാർട്ടിൽ പറയുന്നതനുസരിച്ച് മൾട്ടിപ്ലൈയിങ് എ ഡിഫറൻസ് ബൈ എ നമ്പർ എന്നല്ല. അതായത് എക്സ് മൈനസ് വൈ
ഇൻറ്റു ഇസഡ് എന്ന് പറയുന്നതാണ് ഫസ്റ്റ് പാർട്ടിൽ പറയുന്നത്. ഓക്കെ അല്ലേ? ഇനി സെക്കൻഡ് പാർട്ട് നോക്കിക്കേ. ഓർ മൾട്ടിപ്ലൈയിങ് ഈച്ച് നമ്പർ ഇൻ ദ ഡിഫറൻസ്, അല്ലെങ്കിൽ ഡിഫറൻസിൽ വരുന്ന ഓരോ സംഖ്യയിനെയും ഇസഡ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ആൻഡ് സബ്ട്രാക്ടിങ് എയ്തർ വേ, മൾട്ടിപ്ലൈ ചെയ്തിട്ട് അവരെ സബ്ട്രാക്ട് ചെയ്യുന്നത് ആദ്യം ചെയ്തതിന് തുല്യമാണ്. ആണല്ലോ? അങ്ങനെ ചെയ്യാമോ നമുക്ക്? എങ്ങനെയാണ്? ഡിഫറൻസിലുള്ള സംഖ്യകൾ ആരൊക്കെ? എക്സും വൈയും. ഈ എക്സിനെയും വൈയിനെയും ഇസഡ് കൊണ്ട് സെപ്പറേറ്റ് ആയിട്ട് മൾട്ടിപ്ലൈ എന്ന് വെച്ചാൽ എക്സ് ഇൻറ്റു ഇസഡ് മൈനസ് വൈ ഇൻറ്റു ഇസഡ് ആണല്ലോ. എന്താണ്? ഡിഫറൻസിൽ വരുന്ന രണ്ട് സംഖ്യകൾ എക്സും വൈയും, അവയെ രണ്ടുപേരെയും ഇസഡ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. എക്സ് ഇൻറ്റു ഇസഡ്, വൈ ഇൻറ്റു ഇസഡ്. എന്നിട്ട് എന്ത് ചെയ്തു? സബ്ട്രാക്ട് ചെയ്തു. ഇതാണ് സെക്കൻഡ് പാർട്ടിൽ പറയുന്നത്. ഇതെന്ന് പറയുന്നത് തുല്യം എന്നാണ്. അതായത് എക്സ് മൈനസ് വൈ ഇൻറ്റു ഇസഡ് ഈസ് ഈക്വൽ ടു എക്സ് ഇൻറ്റു ഇസഡ് മൈനസ് വൈ ഇൻറ്റു ഇസഡിന് തുല്യമാണ് എന്നാണ് സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത്. ഇതിന് നമുക്ക് എങ്ങനെ മാറ്റാം? മൾട്ടിപ്ലൈ സിമ്പിൾ കളഞ്ഞിട്ട് എക്സ് മൈനസ് വൈ ഇൻറ്റു ഇസഡ് ഇസ് ഈക്വൽ ടു എക്സ് ഇസഡ് മൈനസ് വൈ ഇസഡ്. ഓക്കെ അല്ലേ? ഇതാണ് സബ്ട്രാക്ഷൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്. മനസ്സിലായല്ലോ? ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇതിൻ്റെ എക്സസൈസ് ചോദ്യത്തിലേക്ക് കടക്കാം. എന്തിലോട്ട് പോവാം? എക്സസൈസ് ചോദ്യത്തിലോട്ട് പോകാം. നോക്കിക്കേ, ആദ്യത്തെ ചോദ്യം 103 × 15. ഇതിന് നമ്മൾ എങ്ങനെ ചെയ്യും? സ്പ്ലിറ്റ് ചെയ്തിട്ട് ചെയ്യും. ആരെ സ്പ്ലിറ്റ് ചെയ്യും? 103നെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാം. സ്പ്ലിറ്റ് ചെയ്തേ. 103 എന്ന് പറഞ്ഞാൽ 100 + 3 × 15 അല്ലേ? 100 + 3 × 15. അപ്പോൾ 15നെ എന്ത് ചെയ്യും? ആദ്യം 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും, പിന്നെ 3 കൊണ്ട് മൾട്ടിപ്ലൈ. 15നെ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് എങ്ങനെ എഴുതും? 15 എഴുതിയിട്ട് 2 0 അഡീഷണൽ ഇട്ട് കൊടുക്കും അല്ലേ? ഇനി 15 × 3 ആണെങ്കിലോ 45. ഓക്കെ അല്ലേ? ഇനി ആഡ് ചെയ്ത് എത്ര കിട്ടും? 1500 + 45 1545. ഓക്കെ അല്ലേ? മനസ്സിലായല്ലോ? ഇനി രണ്ടാമത്തെ എക്സാമ്പിൾ നോക്കിക്കേ. 98 × 25. 98നെ നമുക്ക് എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാം? ഞാൻ പറഞ്ഞു, ഈ 0ത്തിൽ എൻഡ് ചെയ്യുന്നത്, അതായത് 10, 20, 30, 40 അങ്ങനെ 100, 200 ഇങ്ങനെയൊക്കെ എൻഡ് ചെയ്യുന്ന സംഖ്യകളോട് അടുത്ത് വരുന്ന സംഖ്യകളാണെങ്കിൽ അവരുടെ ടേംസിൽ മാറ്റാൻ ശ്രമിക്കുക. അപ്പോൾ 98നെ എങ്ങനെ മാറ്റാം? 100 - 2 ആണല്ലോ 98 × 25 എന്ന് മാറ്റാം. ആണല്ലോ? 25നെ 100 കൊണ്ട് ചെയ്യപ്പോൾ 25 എഴുതിയിട്ട് 2 0 2500 മൈനസ് 25 × 2 50. അപ്പം നമ്മുടെ ആൻസർ എത്ര കിട്ടി? 2500 മൈനസ് 50 2450 എന്ന് കിട്ടി. കണ്ടോ? എഴുതി മൾട്ടിപ്ലൈ ചെയ്യാതെ തന്നെ നമുക്ക് പെട്ടെന്ന് ഉത്തരം കിട്ടുന്നുണ്ടോ? ഇനി അടുത്ത നോക്കിക്കേ. 63 × 12 + 37 × 12. നിങ്ങൾ ശ്രദ്ധിച്ചു, ഇതിൽ കോമൺ ആയിട്ട് വരുന്ന ഒരാൾ ആരാണ്? 12 ആണല്ലേ? അപ്പോൾ രണ്ട് വ്യത്യസ്തമായിട്ടുള്ള സംഖ്യയെ 12 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് തമ്മിൽ ആഡ് ചെയ്തേക്കാണ്. നിങ്ങളിത് ഈ ഒരു ടേം ശ്രദ്ധിച്ചു. എക്സ് പ്ലസ് വൈ ഇൻറ്റു ഇസഡ് എന്ന് പറയുന്ന എക്സ് ഇസഡ് പ്ലസ് വൈ ഇസഡിന് തുല്യമാണ്. അതായത് ഈ ഫോം എന്ന് പറയുന്നത് എക്സ് ഇൻറ്റു ഇസഡ് പ്ലസ് വൈ ഇൻറ്റു ഇസഡ് ഫോമാറ്റിലല്ലേ കിടക്കുന്നത്. അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെ മാറ്റാം? എക്സ് പ്ലസ് വൈ ഇൻറ്റു ഇസഡ് എന്ന് മാറ്റിക്കൂടെ? മാറ്റാമല്ലോ. നിങ്ങൾ മാറ്റിക്കേ. എക്സ് പ്ലസ് വൈ 63 + 37 × 12. 63 + 37 100 അല്ലേ കൂട്ടുകാർ? അപ്പോൾ 100 × 12 ആൻസർ എത്ര വരും? 1200. ഇങ്ങനെ ചോദ്യം വന്നെന്ന് കരുതി പേടിക്കേണ്ട. നിങ്ങൾ പഠിച്ച ഫോമുകൾ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി, നിങ്ങൾക്ക് ഉത്തരം കിട്ടും. ഓക്കെ അല്ലേ? ഇനി അടുത്ത് നോക്കിക്കേ. ഇതും സെയിം അല്ലേ? 65 × 100 65 × 11 55 × 11 അല്ലേ? ഇത് കിടക്കുന്നത് എക്സ് ഇൻറ്റു ഇസഡ് മൈനസ് വൈ ഇൻറ്റു ഇസഡ് അല്ലേ? ഇത് ചെയ്യാൻ എന്ത് ചെയ്താൽ മതി? ഇവിടെ ആഡ് ചെയ്തതിന് പകരം നമ്മൾ സബ്ട്രാക്ട് ചെയ്യും. എങ്ങനെ?
എക്സ് മൈനസ് വൈ ഇൻറ്റു ഇസഡ് ഫോമിൽ ചെയ്താൽ പോരെ? ചെയ്തേ. 65 മൈനസ് 55 ഇൻറ്റു 11. 65 55 കുറച്ചാൽ 10 ഇൻറ്റു 11. നമ്മുടെ ഉത്തരം 110. സിമ്പിൾ അല്ലേ? അടുത്ത് നോക്കിയേ, അടുത്തതും സെയിം. 15 ഇൻറ്റു 3/4, അപ്പോൾ എക്സ് ഇൻറ്റു ഇസഡ് പ്ലസ് 5 ഇൻറ്റു 3/4 വൈ ഇൻറ്റു ഇസഡ് ആണ്. ഇതിനർത്ഥം എക്സ്, ഇതിനെങ്ങനെ മാറ്റാം? ഇവിടെ അഡിഷൻ അല്ലേ, അപ്പോൾ എക്സ് പ്ലസ് വൈ ഇൻറ്റു ഇസഡ് എന്ന് മാറ്റിക്കൂടെ? ഇവിടെ എക്സ് ആരാ? 15 പ്ലസ് വൈ ആരാ? 5 ഇൻറ്റു ഇസഡ് ആരാ? 3/4. അപ്പോൾ ഉത്തരം 15 പ്ലസ് 5 20. 15 പ്ലസ് 5 20 ഇൻറ്റു 3/4. നമുക്കറിയാം 4 കൊണ്ട് ക്യാൻസൽ ചെയ്താൽ 5 വരും. 20 ഡിവൈഡ് ബൈ 4 5 ആണല്ലേ. അപ്പോൾ ഉത്തരം എത്ര വരും? 5 ഇൻറ്റു 3, ആൻസർ 15. സിമ്പിൾ അല്ലേ? നമ്മൾ വേറെ എന്തെങ്കിലും കാൽക്കുലേഷൻ സൈഡിൽ ചെയ്തോ? എല്ലാം സ്ട്രെയിറ്റ് ആയിട്ട് പറഞ്ഞു പോവല്ലേ ചെയ്തത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? ഫോമുകൾ മറക്കാതെ ഓർത്ത് വെക്കുക. ഓക്കെ അല്ലേ? 5 ക്വസ്റ്റ്യനും. ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ, 6ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? 5.5 ഇൻറ്റു 23 മൈനസ് 4.5 ഇൻറ്റു 23. ഇതേം സെയിം ഫോം ആണല്ലോ. എങ്ങനെ? എക്സ് ഇൻറ്റു ഇസഡ് മൈനസ് വൈ ഇൻറ്റു ഇസഡ്. ഇത് എങ്ങോട്ട് മാറ്റും നമ്മൾ? എക്സ് മൈനസ് വൈ, ഇവിടെ മൈനസ് വന്നുകൊണ്ട് മൈനസ് വൈ ഇൻറ്റു ഇസഡിലോട്ട് മാറ്റി. എങ്ങനെയാണ്? എക്സ് ആരാ? 5.5 മൈനസ് വൈ ആരാ? 4.5 ഇൻറ്റു ഇസഡ് ആരാ? 23. അപ്പോൾ പറഞ്ഞേ, 5.5യിൽ നിന്ന് 4.5 പോയാൽ 1 ഒന്നല്ലേ? ഇൻറ്റു 23. ഉത്തരം 23. സിമ്പിളായിട്ട് നമ്മൾ ചെയ്തില്ലേ? അപ്പോൾ നമ്മളിന്ന് പഠിച്ചത് എന്താണ്? അഡിഷൻ ആൻഡ് സബ്ട്രാക്ഷൻ ആൻഡ് ദെൻ മൾട്ടിപ്ലിക്കേഷൻ എന്ന ഫോമാണ്. അതിൽ 2 ഫോം പഠിച്ചു. എന്താണ്? ഒരു നമ്പറിൻ്റെ സമ്മിനോടൊരു സംഖ്യ മൾട്ടിപ്ലൈ ചെയ്യുന്നത്, ആ സമ്മിൽ വരുന്ന 2 നമ്പേഴ്സിനെ സെപ്പറേറ്റ് ആയിട്ട് ചെയ്തിട്ട് ആ നമ്പറിൻ്റെ കൂടെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് ആഡ് ചെയ്യുന്നതിന് തുല്യമാണ്. ഇതേ ഫോമാറ്റാണ് സബ്ട്രാക്ഷൻ ഉപയോഗിക്കുന്നത്. അഡിഷന് പകരം സബ്ട്രാക്ഷൻ ഉപയോഗിക്കുമെന്നേ ഉള്ളൂ. ഓക്കെ അല്ലേ കൂട്ടുകാരെ? നിങ്ങൾക്ക് ഡൗട്ടൊന്നും ഇല്ല എന്ന് വിചാരിക്കുന്നു. ആൻഡ് ഈ ടോപ്പിക്കും മനസ്സിലായെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. അപ്പോൾ ഈ ഒരു ചാപ്റ്ററോട് കൂടി നമ്മുടെ എന്താണ് ഫസ്റ്റ് പാർട്ട് ടെക്സ്റ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഓൾസോ ഷോർട്ട് ഹാൻഡ് മാത്ത് എന്ന് പറയുന്ന ചാപ്റ്ററും ഇതോടെ കംപ്ലീറ്റ് ആവുകയാണ്. ഇതിൻ്റെ പ്ലേലിസ്റ്റ് ഈ വീഡിയോ കൂടെ അപ്ലോഡ് ചെയ്യുന്നതിൻ്റെ കൂടെ ഇതിൻ്റെ ഫുൾ പ്ലേലിസ്റ്റും നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കുന്നതാണ്. ഓക്കെ അല്ലേ? ഇപ്പം എന്ത് ചെയ്യാം? ബാക്കി വീഡിയോസൊക്കെ ആയിട്ട് അടുത്ത ദിവസങ്ങളിൽ കാണാം. സോ നിങ്ങൾ എന്താണ് മറക്കരുത്, വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് കൂടെ ചെയ്യാൻ. ഓൾസോ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ അല്ലേ? അപ്പോൾ ടാറ്റാ, ബൈ ബൈ.